ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേളികൊട്ടുയരാൻ പോകുന്നതേ ഉള്ളൂ. അതെ. പക്ഷേ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പഴയ കോലീബി സഖ്യത്തിൻ്റെ നാട് കോഴിക്കോട്ടെ ബേപ്പൂരാണ്. ബേപ്പൂരിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ബേപ്പൂർ സുൽത്താന്, ബേപ്പൂരിലെ ഈ ഖലാസി അവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വലിയ പ്രാധാന്യമുള്ള ഒരിടമാണ് ബേപ്പൂർ. പക്ഷേ ഇപ്പോൾ വേറൊരു പ്രാധാന്യം കൂടി വന്നിരിക്കുകയാണ്. രണ്ട് കരുത്തന്മാരാണ് അവിടെ ഏറ്റുമുട്ടാൻ പോകുന്നത്. മുഹമ്മദ് റിയാസും PV അൻവറും. റിയാസ് എന്ന് പറയുമ്പോൾ പിണറായിയുടെ പ്രതിരൂപം എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ ആയിരിക്കും അവിടുത്തെ ചിത്രം തെളിയുക? അപ്പോൾ ഇടതുപക്ഷത്തെ സുൽത്താനും വലതുപക്ഷത്തെ സുൽത്താനും കൂടെയാണ് മത്സരിക്കാൻ പോകണമെന്ന് ചുരുക്കം. അപ്പോൾ ബേപ്പൂർ സുൽത്താൻ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ അടുത്ത പോരാട്ടം നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുമാനം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അവസാന നിമിഷം എന്തും മാറ്റിമറിയാം. എന്നാൽ പോലും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് മുഹമ്മദ് റിയാസ് പുറകോട്ട് പോവില്ല, അവിടെ തന്നെ മത്സരിക്കും. അതുപോലെ തന്നെ PV അൻവറിനും പുറകോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പം കുറച്ചുകൂടെ തനിക്ക് ആത്മവിശ്വാസം വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം കരുതുന്ന സ്ഥലമാണ് ബേപ്പൂർ. അപ്പോൾ ബേപ്പൂരിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരീക്ഷിച്ചാൽ 2011 മുതൽ 2011, 2016, 2021 3 തവണയും ഇടതുപക്ഷത്തിൻ്റെ പ്രഗത്ഭന്മാർ വിജയിച്ച സ്ഥലമാണ്. എന്നാൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ മറിഞ്ഞും വന്നിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ UDF-നാണ് അവിടെ മുൻതൂക്കം ഉണ്ടായത്. എം കെ രാഘവന് ലീഡ് കിട്ടി. അതുപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 1340 വോട്ടിനോ മറ്റോ അവിടെ LDF-നാണ് ലീഡ്. എല്ലാ തദ്ദേശ സ്വയംഭരണ വാർഡുകളുടെ എല്ലാം കണക്ക് കൂട്ടി കഴിയുമ്പം 1340 വോട്ടിന് LDF ലീഡ് ചെയ്തതാണ് കാണുന്നത്. അപ്പോൾ അത് തുച്ഛമായ ഒരു കണക്കാണ് 1340 എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസ് വിജയിച്ചത് 28,747 വോട്ടിനാണ്. അദ്ദേഹത്തിന് 82,165 വോട്ട് കിട്ടിയപ്പോൾ PM നിയാസ് കോൺഗ്രസ് 53,418 വോട്ടാണ് നേടിയത്. അവിടെ BJP-യുടെ KP പ്രകാശ് ബാബു നേടിയത് 26,267 വോട്ടാണ്. ഇതാണ് 2021 കണക്ക്. 2021 കണക്ക് പ്രകാരം മുഹമ്മദ് റിയാസിന് 28,747 വോട്ടുണ്ട്. അതാണ് മുഹമ്മദ് റിയാസിൻ്റെ ഒരു ആത്മവീര്യം. ഇനി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തോക്കാനൊന്നും പോകണില്ല, മാർക്സിസ്റ്റുകാരും കരുതുന്നതാണ്. അങ്ങനെ ഇവിടെ അൻവർ വന്ന് നമ്മുടെ സുൽത്താനെ ഒന്നും തോൽപ്പിക്കാൻ പോകുന്നില്ല, റിയാസ് തന്നെ അവിടെ ജയിക്കുമെന്ന് അവർ പറയാനുള്ള കാരണം അതാണ്. 2016 കണക്കും LDF-ന് അനുകൂലമാണ്. അവിടെ VKC മുഹമ്മദ് കോയയാണെന്ന് മത്സരിച്ചത്. അദ്ദേഹം 14,569 വോട്ടിന് ജയിച്ചു. VKC. അപ്പോൾ VKCക്ക് 69,114 വോട്ടാണ് കിട്ടിയത്. അന്നും നിയാസാണ് മത്സരിച്ചത്. നിയാസിന് 59,751 വോട്ടാണ് കിട്ടിയത്. അന്നും പ്രകാശ് ബാബു അവിടെ ഉണ്ടായിരുന്നു. പ്രകാശ് ബാബുവിന് 27,958. അവർ 1000 വോട്ട്, 1,500 വോട്ടോളം കൂടുതലായിരുന്നു. BJP നിർണായക ഘടകമാണ് ഇവിടെ. BJP-യുടെ നിർണായക ഘടകമാണ്. ഇനിയും വോട്ട് കൂടുതൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കിയാലും BJP-ക്ക് കൂടുതൽ വോട്ടാണ് അവിടെ കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് 2025 ഒരു കണക്കാണെങ്കിൽ അതിൽ വെറും 1340 വോട്ടേ ഉള്ളൂ LDF-ന് ഭൂരിപക്ഷം. അപ്പോൾ അവിടെയാണ് അൻവർ പറയുന്നത് ഞാൻ 5000-ലധികം വോട്ട് പിടിച്ചുകൊണ്ട് ജയിക്കാൻ നിഷ്പ്രയാസം സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഒരു വിധത്തിലും അതിനകത്ത് സംശയമില്ല. അൻവർ ഇത്തവണ ബേപ്പൂർ പിടിച്ചടക്കുമെന്ന് പറയുമ്പോൾ LDF പറയുന്നത് എന്നാൽ ഇങ്ങോട്ട് വരട്ടെ, നമ്മൾ ആ ഒരു പൂരം ഒന്ന് കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അവിടെ ഈ മുസ്ലിം സമുദായ വോട്ട് നിർണായകം. ഹിന്ദുക്കൾ ഒരുപാടുണ്ട്. അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുള്ളതാണ്. അത് സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ ഇത്തവണ സാധ്യതയുണ്ട്. അതായത് 2 മുസ്ലിം കാൻഡിഡേറ്റ് വരുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ വോട്ടും ഈ മുസ്ലിം ബേസിലുള്ളതും കൂടെയാണ്. അപ്പോൾ അത് ഇത്തവണ അധികം കിട്ടാൻ വഴിയില്ല എന്നുള്ളതാണ് അൻവറിൻ്റെ കണക്കൂട്ടൽ, മുസ്ലിം ലീഗിൻ്റെ കണക്കൂട്ടൽ. കാരണം മുസ്ലിങ്ങൾ എൻ ബ്ലോക്ക് ആയിട്ട് ഞങ്ങളുടെ കൂടെ ചേരും. ലോകത്തുള്ള എല്ലാ മുസ്ലിം സംഘടനകളും ഇന്ന് മുസ്ലിം ലീഗിൻ്റെ കൂടെയാണ്, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ. ബംഗ്ലാദേശിൽ മാത്രമല്ല കേരളത്തിലും ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടെയാണ്, UDF-ൻ്റെയും കൂടെയാണ് എന്നുള്ളതാണ് ബേപ്പൂരിൻ്റെ വിജയസാധ്യതയ്ക്ക് അൻവറും സംഘവും കാണുന്ന പ്രത്യേകത. ഈ ലീഗിന് അൻവറിനെ ജയിപ്പിക്കണമെന്ന് വലിയ താല്പര്യമുണ്ട്. താല്പര്യമുണ്ട്.
കാരണം അത് നിലമ്പൂരിൽ അതിനുവേണ്ടി ശ്രമിച്ചതാണ്. അതെ, കാരണം ഒരു മൂർച്ചയുള്ള ഒരു നേതാവ് ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ആയാലും അസംബ്ലിക്കകത്ത് വേണം. പിണറായി വിജയനെ പോലുള്ളവരെയൊക്കെ നേരിടണമെങ്കിൽ അൻവറിനെ പോലുള്ള ഒരു ഇരുതല വാൾ തന്നെ വേണം എന്ന് UDF-നകത്ത് ഒരുപാട് പേര് കരുതുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ച് അസംബ്ലിയിൽ കൊണ്ടുവരണമെന്ന് അന്നേ അവർ ആഗ്രഹിച്ചത്. നിലമ്പൂരിൽ നിർത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻവർ ജയിച്ചേനെ. 10-20,000 വോട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് പിടിച്ചു. UDF-ൻ്റെയും കൂടെ പിന്തുണ ഉണ്ടെങ്കിൽ ഒരു 19,000 അടുപ്പിച്ച വോട്ടിന് ചിലപ്പോൾ അദ്ദേഹം ജയിച്ചു, അല്ലെങ്കിൽ 10-30,000 വോട്ടിനെങ്കിലും നിഷ്പ്രയാസമായിട്ട് അദ്ദേഹം ജയിച്ചേനെ. ജയിച്ച് വന്നിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ അസംബ്ലിക്കകത്ത് VD സതീശനൊക്കെ ഒരു നല്ല ആയുധമായിരുന്നു അദ്ദേഹം. അത് UDF നഷ്ടപ്പെടുത്തി എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ലീഗ് ഇപ്പോഴും പറയുന്നത് അൻവറിനെ കൊണ്ടുവന്നാൽ ഇടതുപക്ഷത്തിലെ വൻ നേതാക്കൾക്കെതിരെ ഉപയോഗിക്കാവുന്ന ഒരു വലിയ ഇരുതല വാളായിരിക്കും എന്നുള്ളത്. അല്ല, റിയാസ് തോറ്റാൽ അത് ഇടതുപക്ഷത്തിനും പിണറായി നടുപൊടിയുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഇടതുപക്ഷം 2 വട്ടം ആലോചിച്ചിട്ടേ അവിടെ സ്ഥാനാർത്ഥി നിർണയം നടത്തുള്ളൂ എന്നാണ് ചിലർ പറയുന്നത്. പക്ഷേ ഒരിക്കലും ഇല്ല. 28,000 റിയാസിനെ തന്നെ ആയിരിക്കത്തില്ല. അതെ, 28,000-ലധികം വോട്ടുകൾ നേടി ജയിച്ച റിയാസിനെ അവിടെ നിർത്താൻ ഞങ്ങൾ എന്തിനു ഭയക്കണം എന്നുള്ളതാണ്. പക്ഷേ അവിടുത്തെ കണക്കുകളിൽ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിം വോട്ടുകളിൽ ഭൂരിപക്ഷവും ഇത്തവണ കഴിഞ്ഞ 2025 തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടു. ഇനി വരാൻ പോണ 26 ഇലക്ഷനിൽ മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് അനുകൂലമായിട്ട് പോയേക്കും ഭൂരിപക്ഷവും. അപ്പോൾ അൻവർ വലിയ ഒരു ലീഡിലേക്ക് പോകുമോ എന്നൊരു സംശയം ചില LDF കേന്ദ്രങ്ങളിൽ തന്നെ ഉയർത്തുന്നുണ്ട്. പിന്നെ കിട്ടേണ്ടത് ഹിന്ദു വോട്ടുകളാണ്. അപ്പോൾ അവിടെ BJP ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ ഹിന്ദു വോട്ടുകൾ കിട്ടാതെ പോകും. അതല്ലെങ്കിൽ അവിടെ BJP ഒരു ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി റിയാസിൻ്റെ വിജയത്തിനായിട്ട് ഒരു ചെറുതായിട്ടൊന്ന് സൈഡ് കൊടുക്കണം. ഓവർടേക്ക് മീ എന്ന് പറഞ്ഞൊരു സൈഡ് കൊടുത്താലേ നടക്കുകയുള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത്തവണത്തെ ഇലക്ഷനിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒന്നും വലിയ അന്തർധാരകൾ ഉണ്ടായില്ലെങ്കിലും പ്രാദേശിക തലത്തിൽ ഒരു 10-15 സീറ്റുകളിലെങ്കിലും ചില അന്തർധാരകൾ സ്ഥാനാർത്ഥികൾ തമ്മിലോ ലോക്കൽ നേതാക്കൾ തമ്മിലോ നടന്നുകൂടായികയില്ല. അത്തരത്തിലൊരു മണ്ഡലമാണ് ബേപ്പൂർ. ഈ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ റിയാസ് അവിടെ മത്സരിക്കുമ്പോൾ ഈ പിണറായിയോടുള്ള ആ കലിയാണ് ഏറ്റവും കൂടുതൽ വരിക എന്നുള്ളതാണ് UDF പറയുന്നത്. അൻവർ അതിനെ കത്തിക്കും. അൻവർ ശബരിമല മുതൽ പിണറായി വിജയന്റെ ചെയ്തികൾ, LDF-ന്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തികൾ, ഇതൊക്കെ മരുമകനെ വാഴിക്കാനുള്ള ശ്രമം, അതെല്ലാം ഭംഗിയായിട്ട് പറയാൻ കഴിവുള്ള ആൾ അൻവറാണ്. അത് ആ മണ്ഡലത്തിൽ ഉച്ചത്തിൽ പറയും. മണ്ഡലത്തിലല്ല, അത് മണ്ഡലത്തിൽ പറഞ്ഞാലും കേരളം മുഴുവൻ മുഴങ്ങി കേൾക്കുന്നതിൽ പറയാൻ അൻവറിനറിയാം. അതാണ് അൻവറിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് അൻവറിനെ എങ്ങനെയെങ്കിലും നിയമസഭയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത്. അൻവർ വന്നാൽ പ്രതിപക്ഷത്തിൻ്റെ പകുതി ജോലി കഴിഞ്ഞു. ഭരണപക്ഷത്താണെങ്കിലും എതിർ കക്ഷികളെ നിർവീര്യമാക്കാൻ അൻവറിന് വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അൻവറിന് നല്ലൊരു വകുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അൻവർ അങ്ങനെ ഭരണപക്ഷത്തെ UDF അധികാരത്തിൽ വന്നാൽ ഭരണപക്ഷത്തെ ഒരു മന്ത്രിയായി നിന്നുകൊണ്ട് പ്രതിപക്ഷത്തെ നിർവീര്യമാക്കുന്ന ഒരു മന്ത്രിയായി ആക്ട് ചെയ്യും. ഒരു പക്ഷേ മുഖ്യമന്ത്രിയാകുന്ന ആളിൻ്റെ ജോലി പകുതി കുറയും. പ്രതിപക്ഷത്തെ നേരിടുന്നതിനുള്ള ജോലി അൻവർ ഏറ്റെടുക്കും. ഇതാണ് UDF അനുകൂലമായി കാണുന്ന ഒരു ഘടകം. അൻവറിനെ എങ്ങനെയും അസംബ്ലിയിൽ എത്തിക്കണം എന്നുള്ളത് അവരാലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDF-ന് എങ്ങനെയും അൻവറിനെ തോൽപ്പിക്കണം എന്നുള്ള വാശിയുണ്ട്. തിരിച്ചും പറയണമല്ലോ നമ്മളത്. അതും കാണാൻ പോരുത്. അൻവറിനെ പൊട്ടിച്ചേ അടങ്ങും. എവിടെ സീറ്റ് കൊടുത്താലും അവിടെ ഞങ്ങൾ ഏതടവും പ്രയോഗിച്ച് അൻവറിനെ തോൽപ്പിക്കും എന്നുള്ളത് നിർണായകമാണ്. അവിടെയാണ് ഈ KP പ്രകാശ് ബാബു പിടിച്ച BJP-യുടെ 28,000-ഓളം വരുന്ന, ഇപ്പോൾ അതിലും കൂടിയിട്ടുണ്ട്, 30,000-ന് പുറത്തായിട്ടുണ്ട് ഈ കഴിഞ്ഞ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ. ആ വോട്ടുകൾ അതിനിർണായകമാകും. 5,000-10,000 വോട്ടിനൊക്കെ അൻവർ ജയിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് BJP ഒന്ന് സൈഡ് കൊടുത്താൽ പ്രതിസന്ധിയിലും ആകും. അപ്പം നമുക്ക് ആരാണ് സുൽത്താനായി വരുന്നതെന്ന് ബേപ്പൂരുകാർ നിർണയിക്കട്ടെ എന്ന് വിടാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.